ഇന്ദ്രജ, ഇന്ദ്രജ, എന്താ? ഒന്നുമില്ല. നീ എന്താ നേരത്തെ കഴിക്കാനിരുന്ന? അതെ, ഈ നന്ദിനിയുടെ കുഴപ്പ. ഭക്ഷണം ഉണ്ടാക്കുമ്പോ സ്മെൽ ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുകയല്ലേ. പിന്നെ എങ്ങനെയാ ക്ഷമിക്കാൻ തോന്നുന്നത്? നേരത്തെ കഴിച്ചു. അതെന്തായാലും നന്നായി. നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു നല്ല ശീലം തന്നെയാ. എന്താ മമ്മി? ഇതെന്താ? അതൊന്ന് ഉറക്കെ വായിക്കേ, എല്ലാരും കേക്കട്ടെ. അൻപത്തിയെട്ടാം പിറന്നാൾ ആഘോഷം. പ്രിയ സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, എന്റെ ഭർത്താവ് യതീന്ദ്രദാസിന്റെ 58ാം പിറന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഇത് പറഞ്ഞില്ലല്ലോ. എപ്പോഴായിരുന്നു ഡിസൈഡ് ചെയ്ത്? ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അദ്ദേഹത്തിനെ ആശംസിക്കാനും നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തീയതി 16/6/2026. സമയം വൈകുന്നേരം 6:30 മുതൽ 9:30 വരെ. സ്ഥലം ഞങ്ങളുടെ വസതി. നിങ്ങളുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് സ്നേഹത്തോടെ ഭാര്യ പത്മ യതീന്ദ്രൻ, മക്കൾ ഇന്ദ്രജ, സൂര്യ, വേദ, മരുമകൻ വിജയകുമാർ. കഴിഞ്ഞു മമ്മി. ഒരു ക്ഷണക്കത്താവുമ്പോ കുടുംബത്തിലെ എല്ലാവരുടെ പേരും വയ്ക്കണമല്ലോ. അതുകൊണ്ടാ ഞാൻ എല്ലാം ചേർത്തത്, കുടുംബത്തിലുള്ള എല്ലാവരുടെ പേരും. എടാ, കത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി അടിക്കാം. എന്തിന്? ഈ കത്തിൽ ഞാൻ നോക്കിയിട്ട് യാതൊരു കുഴപ്പമില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഒരു ക്ഷണക്കത്ത് പുറത്തേക്ക് പോകുമ്പോ ഈ രൂപത്തിൽ തന്നെ മതി. അല്ല പത്മ, നന്ദിനിയുടെ പേര് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിന് ക്ഷണക്കത്തില് രാജുവിന്റെ പേര് വയ്ക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. വീട്ടുവേലക്കാരുടെ പേരൊക്കെ ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തുന്ന രീതി ഈ നാട്ടിലൊന്നുമില്ല, ഈ വീട്ടിലും ഇല്ല. ക്ലിയർ ആണല്ലോ? ആ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും. പല കാര്യത്തില് വ്യക്തത വരുത്താത്തതായിരിക്കും നമ്മുടെ കുടുംബത്തിലെ യഥാർത്ഥ പ്രശ്നം. നാളെ മുതൽ അച്ഛന്റെ പിറന്നാൾ ക്ഷണിക്കാൻ നമ്മൾ ഇറങ്ങാണ്. ആന്റി, അതെന്തായാലും കലക്കി. നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിലുള്ളവർ